നമസ്തേ. ജൂൺ 16 ഇൻ്റർനാഷണൽ ഫാദേഴ്സ് ഡേ ആണ്, ലോക പിതൃദിനം. ഈ ഇൻ്റർനാഷണൽ ഫാദേഴ്സ് ഡേയുടെ ചരിത്രം നമുക്കൊന്ന് പരിശോധിക്കാം. 1910 അമേരിക്കയിലെ വാഷിങ്ടണിലുള്ള സൊറോണ സ്മാർട്ട് ഡോഡ് എന്ന പെൺകുട്ടിയാണ് ഈ ആശയം കൊണ്ടുവന്നത്. 1909 വനിതാ ദിനത്തോടനുബന്ധിച്ച് നടന്നൊരു പ്രഭാഷണത്തിന് പ്രചോദനം ഉൾക്കൊണ്ട് എന്തുകൊണ്ട് അച്ഛന്മാർക്ക് ഒരു ഡേ കൺസെപ്റ്റ് അവൾ കൊണ്ടുവന്നത്. അത് കൊണ്ടുവരാനുള്ള പ്രധാന കാര്യം ഈ സ്മാർട്ട് ഡോഡിനെയും അവളുടെ സഹോദരങ്ങളെയും അവളുടെ അച്ഛൻ വളരെ ബുദ്ധിമുട്ടിയാണ് വളർത്തിക്കൊണ്ടുവന്നത്. അപ്പോൾ അങ്ങനെ ഒരു കൺസെപ്റ്റ് ഉണ്ടായെങ്കിലും പിന്നെയും കുറേ വർഷങ്ങൾ കാത്തിരിക്കേണ്ടി വന്നു. 1972 UN ഇൻ്റർനാഷണൽ ഫാദേഴ്സ് ഡേ ജൂൺ 16 അംഗീകരിച്ചത്. ആരാണ് അച്ഛൻ? അച്ഛൻ തണലാണ്, ശ്രദ്ധയാണ്. ഞാൻ കൂടുതലൊന്നും അച്ഛനെക്കുറിച്ച് പറയേണ്ട കാര്യമില്ല, ചില ഓർമ്മപ്പെടുത്തലുകൾ മാത്രം. നമ്മുടെ എല്ലാ വിജയങ്ങളിലും അച്ഛൻ്റെ ഒരു പ്രയത്നം ഉണ്ടാവും. പക്ഷേ യാതൊരുവിധ അവകാശങ്ങളും ഉന്നയിക്കാതെ അച്ഛന്മാർ മാറി നിൽക്കും. നിങ്ങൾ ആരെങ്കിലും മൊബൈൽ അച്ഛൻ, ഉപ്പ, പപ്പ കോളിങ്ങിൽ നിന്ന് ഇപ്പോഴും വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ വളരെ ഭാഗ്യവാന്മാരാണ്. നമുക്കറിയാം അച്ഛന്മാർ പറയുന്നത് എൻ്റെ മക്കളാണ് എൻ്റെ സമ്പാദ്യം, ഇല്ലേ? സൂര്യനായി തഴുകി ഉണരും അച്ഛനെയാണ് എനിക്കിഷ്ടം എന്നുള്ള പാട്ട് നമുക്കെല്ലാവർക്കും പരിചിതമാണ്. അത് ഒരു പ്രാവശ്യം പാടിയാൽ പോരാ, ഒരു 100 വട്ടം നമ്മൾ പാടണം. അതുപോലെ തന്നെയാണ് ജീവിതത്തിലെ പ്രാരാബ്ദങ്ങളും പ്രയാസങ്ങളും ചുമന്നുകൊണ്ടുള്ള ഒരു വഞ്ചി അച്ഛൻ തുഴഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് ഒരിക്കലും കരയ്ക്കത്തയ്ക്കാൻ അച്ഛന് കഴിഞ്ഞിട്ടില്ല, കഴിയാതെ പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ അച്ഛന്മാർ ഉരുകുന്ന കണ്ടിട്ടുണ്ടോ? ഉരുകി കരയും, മനസ്സിൻ്റെ ഉള്ളിൽ കരയാറുണ്ട്. നമ്മളെ ഏതൊരു കാര്യം തകർന്നാലും അതിന് സൗണ്ട് ഉണ്ടാവും. പക്ഷേ അച്ഛന്മാരുടെ മനസ്സ് തകർന്നാൽ അതിൽ നിന്ന് ഒരു ശബ്ദവും വരാറില്ല, കണ്ണ് നിറയും. ശ്രദ്ധിച്ചിട്ടുണ്ടോ? അപ്പോൾ ഈ നമ്മൾ ഒരു കുടുംബവും മക്കളും കൂടെ ഉണ്ട് എന്ന ഒരു ചിന്തയാണ് എത്ര വെയിലത്ത് അധ്വാനിക്കുന്ന അച്ഛന് ഒരിക്കലും ആ വെയിലത്ത് നിന്ന് കര കയറാതെ അച്ഛൻ നിന്ന് അധ്വാനിക്കുന്നത്. നമ്മൾ ഒരു ചെടിക്ക് വെള്ളം ഒഴിക്കുമ്പോൾ എവിടെയാണ് വെള്ളം ഒഴിക്കുന്നത്? നമ്മളതിൻ്റെ വേരിലാണല്ലേ. പൂവിലും ചെടിയിലും നമ്മൾ നനയ്ക്കാറുണ്ട്, പൂവും ഇലയൊക്കെ. പക്ഷേ നമ്മൾ വേരിലാണ് നമ്മൾ വെള്ളം ഒഴിക്കുന്നത്. വേരാണ് അച്ഛൻ, പൂക്കളാണ് മക്കൾ. പൂക്കളായ മക്കൾക്ക് അറിയില്ല അച്ഛനെന്ന വേര് എടുത്ത പ്രയാസങ്ങൾ. അപ്പോൾ അച്ഛൻ നമ്മളെ ശ്രദ്ധിച്ചു, ആ ശ്രദ്ധ അച്ഛന് തിരിച്ചു കൊടുക്കണം. അച്ഛൻ്റെ കണ്ണീർ ഒരിക്കലും കുടുംബത്തിൽ വീഴാൻ പാടില്ല. അത് ആസിഡാണ്, അത് വീഴുന്നിടം പൊള്ളും. അച്ഛനെ ശ്രദ്ധിക്കുക, നമ്മളെ തന്ന ശ്രദ്ധ തിരിച്ച് അച്ഛന് കൊടുക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും മക്കളെ സ്നേഹിക്കുന്ന അച്ഛന്മാർക്കും അച്ഛന്മാരെ സ്നേഹിക്കുന്ന മക്കൾക്കും ഒരു പിതൃദിന നേർന്നുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു വെരി മച്ച്.